പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന് തിരിച്ചടി. പത്തനംതിട്ട എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ കെട്ടിട നിർമ്മാണത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ഓമല്ലൂരിൽ നിർമ്മിക്കാനിരുന്ന പ്രാർത്ഥനാലയത്തിനാണ് ഹൈക്കോടതി താൽക്കാലിക വിലക്കേർപ്പെടുത്തിയത്. നാട്ടുകാർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളുമായി ഗോകുലുണ്ട്. ഗോകുൽ, ആദ്യഘട്ടം മുതൽ തന്നെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ദുരൂഹതകൾ നമ്മൾ വാർത്തകളാക്കിയതാണ്. അവിടെ നടക്കുന്ന കൊടിയ പീഡനങ്ങൾ വാർത്തയാക്കിയതാണ്. അത്തരമൊരു പ്രാർത്ഥനാലയം മറ്റൊരിടത്തു കൂടി നിർമ്മിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി താൽക്കാലികമായെങ്കിലും തടഞ്ഞിരിക്കുന്നത്. ഗോകുൽ, പ്രജിത്തെ അത് തന്നെയാണ്. എന്തായാലും ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അയാൾക്ക് കൃത്യമായിട്ട് തിരിച്ചടി ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഏറെ നിർണായകമായിട്ടുള്ള ഉത്തരവെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം പത്തനംതിട്ട ഓമല്ലൂരിൽ നമ്മൾ തന്നെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ആ ഓമല്ലൂരിൽ അനധികൃതമായിട്ട് ഇത്തരത്തിൽ സ്ഥലം കയ്യേറി അവിടെ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് അവിടെ ഒരു പ്രാർത്ഥനാലയം കെട്ടിപ്പൊക്കുവാനുള്ള ബിനു പാസ്റ്ററുടെ നീക്കത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതി തടയിട്ടിരിക്കുന്നത്. 2022 മുതൽ ഇയാൾ ഈ ഓമല്ലൂരിലെ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിനുശേഷം നാട്ടുകാർ ആ ശ്രമത്തെ കൃത്യമായിട്ട് ചെറുക്കുകയും അവിടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് ഇയാളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് നിയമ പോരാട്ടം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെ ആരംഭിച്ചിരുന്നതുമാണ്. എന്തായാലും അതിനുശേഷം ഈ രീതിയിൽ അന്നത്തെ ഓമല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി, അത് കോൺഗ്രസിന്റെ ഭരണസമിതിയായിരുന്നു. ജോൺസൺ വിളവിനാൽ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു കോൺഗ്രസിന്റെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അയാളുടെ നേതൃത്വത്തിൽ അദ്ദേഹവും ഈ രീതിയിൽ ഈ പാസ്റ്റർക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുകയും അവിടെ പ്രവർത്തന അനുമതി നിഷേധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജില്ലാ കളക്ടറേറ്റ്, പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റും ഈ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ള രീതിയിൽ ഉത്തരവിറക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ബിനു വാഴമുട്ടം വീണ്ടും ഇത്തരത്തിൽ ട്രൈബ്യൂണലിനെ സമീപിക്കുകയും തുടർന്ന് ട്രൈബ്യൂണലിൽ നിന്നും ഈ രീതിയിൽ ഒരു അനുകൂല വിധി നേടിയെടുക്കുകയുമായിരുന്നു. അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ നീക്കത്തെ ഈ ട്രൈബ്യൂണൽ എതിർത്തുകൊണ്ടൊരു ഉത്തരവിറക്കി. പക്ഷേ ആ ട്രൈബ്യൂണൽ വിധിക്കെതിരായിട്ടാണ് നാട്ടുകാർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് ഹൈക്കോടതി തുടരുക. രവീന്ദ്രവർമ്മ, മാധ്യമപ്രവർത്തകനായ രവീന്ദ്രവർമ്മ ചേരുന്നുണ്ട്. മിസ്റ്റർ രവീന്ദ്രവർമ്മ, പല രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പലവട്ടം കണ്ടെത്തിയിട്ടുള്ളതാണ്. പക്ഷേ പോലീസും ആഭ്യന്തര വകുപ്പും ഒന്നും ഇയാൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ ഹൈക്കോടതി വിധി, അത് താൽക്കാലികമായിട്ടുള്ളൊരു വിധിയാണെങ്കിലും അതും ഒരു വലിയ വിജയമായി, നാട്ടുകാരുടെ വിജയമായി കാണാവുന്നതല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഓമല്ലൂരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഓമല്ലൂരിലെ ഒരു സാമൂഹിക വിപത്തിനെതിരെയാണ് ഹൈക്കോടതി വിരൽ വളരെയേറെ ആശ്വാസകരമായ ഒരു വിധിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പോലീസിന്റെയും വില്ലേജ് ഓഫീസറുടെയും റിപ്പോർട്ട് പ്രഥമ ദൃഷ്ടിയ പരിഗണിക്കാതെയാണ് ഈ ട്രൈബ്യൂണൽ ഏകപക്ഷീയമായിട്ടൊരു വിധി പ്രഖ്യാപിച്ചത്. അപ്പൊ ആ വിധിക്കെതിരെ വളരെയേറെ ഈ സുബിൻ തോമസ്, അതേപോലെ തന്നെ ഡോക്ടർ രാജൻ ഈശോ, ഇവരുടെ നേതൃത്വത്തിൽ 10-40 പേരടങ്ങുന്ന ഒരു ആ നാട്ടിലെ എല്ലാവരും കൂടെ ചേർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഹൈക്കോടതി ഇപ്പൊ പ്രഥമ ദൃഷ്ടിയ തന്നെ ഇതിനകത്തിൽ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒരു നടപടിയും നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റു യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് PV കുഞ്ഞിക്കണ്ണൻ അവറുകൾ വിധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഓമല്ലൂരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശ്വാസം പകരുന്ന ഒരു വിധിയാണ്. കാരണം ഇയാളെ എല്ലാ തരത്തിലും ഇപ്പൊ തന്നെ ജനൻ ടിവിക്കെതിരെയും അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര, അവർക്കുൾപ്പെടെ 30 പേർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇയാള്. ഹൈക്കോടതിയിൽ നിന്ന് കാരണം കാണിക്കൽ നോട്ടീസ് മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ എല്ലാ ജുഡീഷ്യറി മാത്രമേ നോക്കിപ്പോ ഒരു പ്രതീക്ഷയുള്ളൂ. മറ്റെല്ലാ തരത്തിലും ഇവര് കോൺഗ്രസിനെ ആയാലും CPM ആയാലും എല്ലാവരെയും കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഒരു സമാന്തര ഗവൺമെന്റായിട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഓമല്ലൂരിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ വിധി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ.